ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. അറിയൂ, എല്ലാവർക്കും ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വൈദിക മന്ത്രമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ സഹനാവവതു പരിചയപ്പെട്ടു. പിന്നെ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. പിന്നെ ഇപ്പോൾ ആപ്യായന്തു മമാങ്കാനി. ഇതാ ഇപ്പം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഡിസ്ക്രിപ്ഷനിൽ ശാന്തി മന്ത്രം കൊടുക്കാം. ഇതിൻ്റെ എന്താ പറയുക, ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അർത്ഥം സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ വളരെ കേമായിട്ടുള്ള ശാന്തി മന്ത്രമാണ്. നമ്മുടെ സന്ധ്യാവന്ദനത്തിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഭദ്രമായത് നമ്മുടെ കാതുകളിൽ കേൾക്കാൻ അല്ലയോ ദേവന്മാരെ ഇടയാകട്ടെ. എൻ്റെ കാതുകൾ കേൾക്കുന്നത് ഭദ്രമായിരിക്കണം. ചില വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തളർന്ന് താഴെ വീണു പോകും. അപ്പം നമ്മുടെ അംഗങ്ങൾക്ക് ബലമേകുന്നതിൽ ഈ നമ്മൾ കേൾക്കുന്നതിൻ്റെ ഭദ്രതയ്ക്ക് അനുസരിച്ചാണ് പലതും. അപ്പം നിരന്തരം ഈ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ളത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അംഗങ്ങൾക്ക് ശോഷിപ്പുണ്ടാവുന്നതാണ്. അതിൻ്റെ ശേഷി നഷ്ടപ്പെടും. ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന നമ്മളാണ് ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. നമ്മൾ ചിലപ്പോൾ തളർന്ന് താഴെ വീണു പോകും. അപ്പോൾ ഭദ്രം കർണേഭി, കർണേഭി കർണങ്ങളാൽ ഭദ്രമായത്, കർണങ്ങളിൽ ഭദ്രമായതിനെ കേൾപ്പിക്കൂ. ഭദ്രം പശ്യേമ അക്ഷഭി യജത്രാഹ. അല്ലയോ ദേവന്മാരെ, നേത്രങ്ങൾക്ക്, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നത് ഭദ്രമായിരിക്കട്ടെ, മംഗളകരമായിരിക്കട്ടെ. കാഴ്ചകൾ നമ്മൾക്ക് ഹിതകരങ്ങളായിരിക്കട്ടെ. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷിഭിർയജത്രാഹ. എന്തിനാണ്? സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാകും വ്യസ്തനൂഭിഹി. സ്ഥിരൈഹി അംഗൈഹി, നമ്മുടെ അംഗങ്ങളുടെ സ്ഥിരതയ്ക്കാണിത്. യദായുഹു വ്യശേമ, എത്രയാണോ വിധാതാവ് സൃഷ്ടാവ് നമുക്ക് ആയുസ് കൽപ്പിച്ചിട്ടുള്ളത്, ആ ആയുസ് കൽപ്പിച്ച അത്രയും ഈ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനായിട്ട് എൻ്റെ അംഗങ്ങളെ ശോഷിപ്പിക്കുന്നതിന് ഇടയാകാതിരിക്കട്ടെ. അതുകൊണ്ട് എന്താണ്, കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിനെ നിർണയിക്കുന്നു എന്നത് വൈദിക പ്രാർത്ഥനയാണ്. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന്. അതുകൊണ്ട് ഈ ചപ്പ് ചവറ് ഈ സംഗതികളൊന്നും നമ്മൾ ഈ ന്യൂസ് ചാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ആരോഗ്യം ഇല്ലാണ്ടാവും. നമ്മളിപ്പോൾ ന്യൂസ് ചാനലൊക്കെ നിർത്തിയിരിക്കുക. സമാധാനമുണ്ട്, സത്യമായിട്ടും വലിയ സമാധാനമാണത്. അത് കാണാതെ ആവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കാണുക, അത്രേ വേണ്ടൂ. അപ്പോൾ ഏത് ആയുഹു വ്യശേമ, എത്ര ആയുസാണോ വിധിച്ചിട്ടുള്ളത് അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയാം. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഹ സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാഗംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഹ. വൃദ്ധശ്രവാഹ ഇന്ദ്ര നഃ സ്വസ്തി. ഇന്ദ്രൻ വൃദ്ധശ്രവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ്, ജ്ഞാനിയാണ്.
സർവർക്കും ദേവലോകത്ത് ആരാധ്യനായിട്ടുള്ള ആളാണ്. മൂപ്പരാണ് എല്ലാറ്റിനും ഒരു തീർപ്പുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആ ഇന്ദ്രൻ ഞങ്ങൾക്ക് സ്വസ്തിയെ തരട്ടെ എന്ന് പറയുക. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ, സ്വസ്തിന പൂഷാ വിശ്വവേദാഹ. പൂഷാവ് സൂര്യൻ, പൂഷണ് പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിലാണ്. ആ സൂര്യൻ ഞങ്ങൾക്ക് എന്ത് തരട്ടെ? സർവവിധ മംഗളത്തെയും ആരോഗ്യത്തെയും. ഈ ആയുസ്സിനെ നിശ്ചയിക്കുന്ന ആളാണ് സൂര്യൻ. അതുകൊണ്ടാണ് പൂഷൻ എന്ന് പറയുന്ന പോഷിപ്പിക്കുന്നവനാണ്. സൂര്യൻ എന്നുള്ള പേര് തന്നെ ഊർജദായകനായിട്ടുള്ള ആളായതുകൊണ്ടാണ്. അപ്പം പൂഷൻ ഈശാവാസ്യത്തിൽ പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ പൂഷണ്ണേ കർഷ യമസൂര്യ പ്രാജാപത്യവ്യൂഹ രശ്മീൻ സമൂഹ. അവിടെ ഉപനിഷത്ത് ഈശാവാസ്യത്തിൽ പൂഷൻ എന്നാണ് പറയുന്നത്. പോഷിപ്പിക്കുന്നവൻ, പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവനാണ് ആ സൂര്യൻ. നമുക്കെന്ത് തരട്ടെ? സ്വസ്തിയെ തരട്ടെ. സ്വസ്തിന പൂഷാ വിശ്വവേദാ സ്വസ്തിന സ്ഥാർക്ഷ്യോ അരിഷ്ടനേമിഹി. താർക്ഷ്യൻ അരിഷ്ടനേമിഹി. അരിഷ്ടനേമി ഒരു ഋഷിയാണ്. ഒപ്പം തന്നെ അരിഷ്ടനേമി എന്നുള്ള പേര് ഒരുപാട് നമ്മൾ മഹാഭാരതത്തിൽ സഹദേവൻ അവർ ഒളിസങ്കേതത്തിൽ അല്ലെങ്കിൽ അജ്ഞാതവാസത്തിൽ കഴിയുമ്പോൾ സഹദേവനെ അരിഷ്ടനേമി എന്നുള്ള പേരാണ് സഹദേവൻ സ്വീകരിച്ചത്. ഭഗവാൻ കൃഷ്ണന് തന്നെ അരിഷ്ടനേമി എന്നുള്ളൊരു പേരുണ്ട്. സർവോപരി ഈ ഗരുഡന് അരിഷ്ടനേമി എന്നുള്ള പേരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഋഷിയുണ്ട്, അരിഷ്ടനേമിയുണ്ട്. മഹാഭാരതത്തിൽ സരസ്വതി ദേവിയായിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ആദിപർവത്തിൽ കാണാം. ജ്ഞാനചർച്ച, ആത്മാവിൻ്റെ ലക്ഷണത്തെക്കുറിച്ചൊക്കെ അരിഷ്ടനേമി സരസ്വതിയായിട്ട് ഒരു സംവാദമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ചർച്ചയാണത് മഹാഭാരതത്തിൽ വരുന്നത്. അപ്പോൾ അരിഷ്ടനേമി ഗരുഡനാണ്. അതേസമയം ഇങ്ങനെ ഋഷി സങ്കല്പത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സ്വസ്തിന താർക്ഷ്യൻ ഗരുഡൻ, ഏറ്റവും ഉയർന്നു പറക്കുന്ന ഭഗവാന്റെ വാഹനം തന്നെ ഗരുഡനാണ്. ഇത് വേദത്തിലെ വൈദിക പ്രാർത്ഥനയാണ്. ഈ വൈദിക പ്രാർത്ഥനയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും അല്ല നമ്മൾ കാണുക. ഇത്തരം സങ്കല്പങ്ങളാണ് ഇന്ദ്രൻ, അതുപോലെ സൂര്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വസ്തിന സ്ഥാർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തിനോ ബൃഹസ്പതിർ ദദാതു. ബൃഹസ്പതി മൂപ്പര് നമുക്കറിയാമല്ലോ, ഈ ഗ്രഹങ്ങളുടെ വ്യാഴം ഏറ്റവും വലിയ ഗ്രഹത്തിൻ്റെ അധിപനാണ് ബൃഹസ്പതി. ബൃഹസ്പതി വളരെ ഗംഭീരനായിട്ടുള്ള ഒരു ആളാണ്, ക്യാരക്ടറാണ് ബൃഹസ്പതി. മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബൃഹസ്പതി ദേവന്മാർക്ക് ഈ പരികർമ്മം ചെയ്ത് ശാന്തി ഹോമവും ഹവനും ഒക്കെ ചെയ്യുന്ന ആളാണ്. മൊത്തത്തിൽ ദേവന്മാർ ഈ ദേവഗുരുവാണ് ബൃഹസ്പതി. അപ്പോൾ ദേവന്മാർക്ക് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എപ്പോഴും യാഗങ്ങളും ഹോമങ്ങളുമാണ് മൂപ്പരുടെ പരിപാടി. അങ്ങനെ ഈ രസമായിട്ടുള്ളൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ബൃഹസ്പതിയുടെ വളരെ മനോഹരമാണ് ഈ ബൃഹസ്പതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹാഭാരതത്തിലെ കഥ. ഈ ബൃഹസ്പതിയുടെ ഭാര്യയാണ് താര. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ മുഴുവൻ എന്താ പറയുക, അതിൻ്റെ സർവ നക്ഷത്രങ്ങളാലും ആരാധിക്കപ്പെടുന്ന ഏറ്റവും ശോഭയാർന്നവളാണ് താര. ആ താരയാണ് ബൃഹസ്പതിയുടെ ഭാര്യ. ഭയങ്കര കോമഡിയാണ് ആ കഥ എന്ന് പറയുന്നത്. എന്ത് രസമാണെന്നറിയോ അതൊക്കെ. ഭയങ്കര അത്ഭുതമായി. നമ്മളിതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പറയാം. എന്താന്ന് പറഞ്ഞാൽ, ഈ ബൃഹസ്പതി ഇങ്ങനെ ഈ ദേവന്മാരുടെ ഈ പരിപാടിക്ക് പോകുന്ന ആളാ. ഈ ഹോമത്തിന് സ്ഥിരം പോവുക. അപ്പോൾ അവർക്ക്
ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന പരിപാടിയാണ് പ്രധാനമായിട്ട്. എന്തിനാണ് ദേവന്മാർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ താഴെ ഭൂമിയിൽ ആളുകൾക്ക് യശസ് വരാൻ വേണ്ടിയിട്ട് അവർക്ക് കർമ്മങ്ങൾ മഴ പെയ്യിപ്പിക്കാനും അതിനും ഇതിനുമൊക്കെ എപ്പോഴെങ്കിലും മഴ കുറഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായാലൊക്കെ ബൃഹസ്പതിയെ വിളിക്കുന്നു, ഇവർ ഹോമം ചെയ്യുന്നു. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇന്ദ്രനാണ് ഇതിൻ്റെയൊക്കെ നേതാവും, ഇന്ദ്രനാണ് ഇതിനൊക്കെ ഓർഡറും കൊടുക്കുക. അങ്ങനെ ഈ ബൃഹസ്പതിക്ക് യജ്ഞത്തിലും ഹോമത്തിലുമാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് താരയാണെങ്കിൽ അതിസുന്ദരിയാണ്. ഈ താരയ്ക്ക് ഈ ബൃഹസ്പതിയോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങി. കാരണം എന്താന്ന് പറഞ്ഞാൽ ബൃഹസ്പതി ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ഹോമത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യത്തിലാണ്. താരയ്ക്ക് ഭയങ്കര വിഷമായി. താരയ്ക്ക് തോന്നി എന്നെ ഇദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ തന്നെ ഏതു നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ചന്ദ്രൻ. നമ്മുടെ ചന്ദ്രനാണെങ്കിൽ ഒളിയമ്പ് എന്താ പറയുക മാറി നിന്ന് ഈ താരയെ ഏതു നേരം നോക്കലും താരയിൽ കാമാതുരനായിട്ട് ജീവിക്കുകയാണ് ചന്ദ്രൻ. അങ്ങനെ ഈ ചന്ദ്രൻ്റെ പ്രേമാഭ്യർത്ഥനയും അതും ഇതുമൊക്കെ ഇങ്ങനെ കൂടി വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. താര എന്ന് പറയുന്ന നക്ഷത്രവും ചന്ദ്രനും തമ്മിൽ പ്രേമം ഉണ്ടാക്കുന്നതും ബൃഹസ്പതി മറ്റൊരു വലിയ ഗ്രഹം. അപ്പോൾ എന്തൊരു ഭാവനയാണ് നോക്കൂലേ. അതിനെല്ലാം തന്നെ ഈ പറഞ്ഞ മാനുഷികമായ വികാരങ്ങൾ കൊണ്ടുവന്നിട്ട് കഥ പറയുക. യജ്ജാതി കഥ പറച്ചില വ്യാസർ നടത്തിയിട്ടുള്ളത്. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ എന്ന് നമ്മൾ അറിയാതെ വ്യാസരെ തൊഴുന്നത് അവിടെയാണ്. അങ്ങനെ ഈ ചന്ദ്രൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് താരയെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താരയ്ക്ക് തോന്നി ഇയാൾ എന്നെ നന്നായിട്ട് നോക്കും എന്ന്. അങ്ങനെ താര ചന്ദ്രൻ്റെ കൂടെ ഒളിച്ചോടും. അങ്ങനെ ഒളിച്ചോടി കഴിഞ്ഞപ്പോൾ എന്തായി, ബൃഹസ്പതിക്ക് ഭയങ്കര വിഷമായി ഇതിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത്. അങ്ങനെ ബൃഹസ്പതി പറഞ്ഞു ഈ യജ്ഞം പൂർത്തിയാവണമെങ്കിൽ യജമാന പത്നി ഈ യജ്ഞത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു നിങ്ങൾ ഇതിനൊരു തീർപ്പുണ്ടാക്കണം, താരയെ തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചെനിക്ക് തരണം, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചന്ദ്രൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒളിച്ചോട്ടമൊക്കെ പണ്ടേ ഉണ്ട്. പ്രേമം, ഒളിച്ചോട്ടം, അവിഹിത ഗർഭം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അങ്ങനെ അവസാനം ഇന്ദ്രൻ ആലോചിച്ചപ്പോൾ മറ്റ് ദേവന്മാരൊക്കെ പറഞ്ഞു അങ്ങനെയല്ല, അതായത് ഇപ്പോൾ അവളെ പൂർണ്ണമായിട്ട് താരയെ പൂർണ്ണമായി അവഗണിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. താരയ്ക്ക് ഒരു ജീവിതമൊക്കെ വേണ്ടേ. അപ്പോൾ അവരാണെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ഒരു ആളെ കണ്ടെത്തി അവരങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതല്ലേ നല്ലത് എന്നൊക്കെ ആയപ്പോൾ പക്ഷെ കുറേ പേര് അതിൽ വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു. അതല്ല, ഇവിടെ പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ യാഗമൊക്കെ മുടങ്ങുക. കാരണം ബൃഹസ്പതി അതിന് കൂട്ടാക്കില്ല. അപ്പോൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും താരയുടെ ഒരു വ്യക്തി ജീവിതത്തിനേക്കാൾ നമുക്ക് പ്രാമുഖ്യം നൽകേണ്ടത് നമ്മുടെ നിലനിൽപ്പും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ നിലനിൽപ്പാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ ഇന്ദ്രൻ ഒരു തീരുമാനം എടുത്തു. ഇന്ദ്രൻ പറഞ്ഞു അതാണ് ആവശ്യമായിട്ടുള്ളത്, അതുകൊണ്ട് താര ബൃഹസ്പതിയുടെ കൂടെ പോകണം, അതാണ് വേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം ഇന്ദ്രൻ അങ്ങോട്ട് പാസ്സാക്കി. ഇന്ദ്രൻ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ താരയ്ക്ക് അത് അനുസരിക്കാതെ പറ്റില്ല. താര അതിനനുസരിച്ച് എന്തായാലും മനസ്സോടെ ഈ ബൃഹസ്പതിയുടെ കൂടെ പോയി. അപ്പോൾ ബൃഹസ്പതിയുടെ കൂടെ പോയ സമയത്ത് താര ഗർഭിണിയാണ്. അപ്പോൾ താര ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഈ വലിയ ഈ ദേവന്മാരുടെ ഈ സദസ്സിൽ വെച്ചിട്ട് ചന്ദ്രൻ ഇതിൻ്റെ അവകാശവാദം പറഞ്ഞു. ചന്ദ്രൻ പറഞ്ഞു എൻ്റെ കുട്ടിയാണ് താരയുടെ ഗർഭത്തിൽ വളരണതെന്ന് പറഞ്ഞു. ബൃഹസ്പതി പറഞ്ഞു അല്ല അതല്ല, അതെൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അതിൽ തർക്കമായി. എന്നാൽ താര എന്തെങ്കിലും അതിനൊരു മറുപടി പറയണ്ടേ, ഇത് ആരുടെ ഗർഭമാണെന്ന്. താര ഒരു അക്ഷരം ഉണ്ടാതിരുന്നു. അങ്ങനെ ആയപ്പോൾ ഈ ഗർഭസ്ഥ ശിശു അമ്മയോട് പറഞ്ഞു, അമ്മേ എന്താ ഇങ്ങനെ അമ്മ മൗനം പൂണ്ടിരിക്കണത്, അമ്മ പറയൂ, എൻ്റെ അച്ഛൻ ആരാണ്, ആരുടെ വിത്താണ് ഞാൻ, എൻ്റെ അച്ഛൻ ആരാണ് എന്ന് പറയൂ എന്ന് കുട്ടി പറഞ്ഞത് കേട്ടതോടുകൂടി ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ധാരടാ ഇവൻ,
അപ്പം തന്നെ അവിടെ കൂടിയിരുന്ന ഋഷിമാർ, ഈ കുട്ടി ഇവൻ ശ്രേഷ്ഠനാണ്, ഇവൻ ബുദ്ധിമാനാണ്, ഇവൻ്റെ ജന്മത്തോടുകൂടി ഇവൻ ബുധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ ബുധൻ ഉണ്ടാവുന്നത്. ബുധനക്ഷത്രം, ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹം നമുക്കുണ്ടാവുന്നത് അങ്ങനെയാണ്, ബുധൻ. അപ്പോൾ ഈ ബൃഹസ്പതി പറഞ്ഞു ഇവൻ ബുധനാവട്ടെ എന്നൊക്കെ, ഇവൻ്റെ പേര് ബുധൻ എന്നായിരിക്കും, ജ്ഞാനിയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഇത് ഒരു തീർപ്പായിട്ടില്ലല്ലോ. അപ്പം അപ്പം ഈ മകൻ്റെ, ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ അഭ്യർത്ഥനയെ താര കേട്ടിട്ട് പറഞ്ഞു, മോനെ നീ ചന്ദ്രൻ്റെ വിത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അതോടുകൂടി ബൃഹസ്പതിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പറഞ്ഞു ഇതൊരു അവിഹിത ഗർഭമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിനെ അദ്ദേഹം ശകാരിക്കുകയും ഉടനെ കുട്ടിയെ ശപിക്കുകയും ചെയ്തു. ഇവരാണും പെണ്ണും കെട്ടവനാകട്ടെ എന്ന് പറയുന്നു. ബുധനെ അങ്ങനെ ശപിച്ചു. അപ്പോഴേക്കും ഇന്ദ്രനൊക്കെ വളരെ വിഷമായി. ഇന്ദ്രൻ ബൃഹസ്പതിയോട് ഇടപെട്ട് പറയാണ്, അങ്ങ് ചെയ്തത് ശരിയായില്ല. കാരണം ഇവരൊക്കെ ഈ മഹാഭാരതത്തിൽ ഈ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ഈ കുടുംബത്തിനൊരു വ്യവസ്ഥിതികളിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റതൊക്കെ ഒരു കുത്തഴിഞ്ഞ കാര്യങ്ങളാണ്. മുൻപും നമ്മളിത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്വേതകേതു ഇതിനൊരു രൂപം കൊടുത്തതിനെക്കുറിച്ച് ഇവിടെ ഇന്ദ്രൻ ഉദ്ധരിക്കുന്നതും അതുതന്നെയാണ്. ശ്വേതകേതു ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇന്ദ്രൻ അതിനെ അവിടെ വീണ്ടും ഒരു പുനർസ്ഥാപിക്കാൻ വേണ്ടി ഇന്ദ്രൻ പറയും. ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു ഗംഭീര ഒരു ലോ പോയിൻ്റാണ് ഇന്ദ്രൻ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹം പറഞ്ഞതാണ്, ശ്വേതകേതു ഉണ്ടാക്കിയ നിയമമാണ്. അതായത് വയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, കൃഷിഭൂമി, വയൽ. ഈ വയലിൻ്റെ ഉടമ ആരാണോ, ആ സ്ഥലത്തിൻ്റെ ഉടമ ആരാണോ, അവിടെ ആര് കൃഷി ചെയ്താലും അവിടെ ഉണ്ടാവുന്ന ഫലത്തിൻ്റെ ഉടമസ്ഥൻ ഈ കൃഷിഭൂമി ആരുടേതാണോ അവൻ്റേതാണ്. അതുപോലെ ആരാണ് ഭർത്താവ്, ആ ഭർത്താവിൻ്റെ ഭാര്യയിൽ വേറെ ഏത് പുരുഷൻ സന്തതിയെ ജനിപ്പിച്ചു കഴിഞ്ഞാലും അച്ഛൻ്റെ പിതൃത്വം എന്ന് പറയുന്നത് ഇയാൾക്കുള്ളതാണ് എന്ന് ഇന്ദ്രൻ അവിടെ ഈ വയലിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഇപ്പം നമ്മുടെ പറമ്പിൽ വേറൊരുത്തൻ ഒരു വാഴ നട്ടു എന്നിരിക്കട്ടെ. ഈ വാഴ നട്ട് വാടകക്കാരൻ വാഴ നട്ടു, അയാൾ പോയി, ഇതൊക്കെ കഴിഞ്ഞ് പോയി, പിന്നെ വാഴ കൊലച്ച് പിന്നെ കൊല വെട്ടാൻ ഇയാൾക്ക് ചിലപ്പം നമ്മൾ മര്യാദയുടെ പേരിൽ എടുത്തോളാൻ പറയും. അയാൾ പോകാൻ നേരത്ത് ചിലപ്പം പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾക്ക് അത് വന്ന് എടുത്തോളൂ എന്നൊക്കെ നമ്മൾ പറയും ചില ഇതിൽ. ഇതൊന്നും അല്ലാതെ നമ്മുടെ പറമ്പിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്താ പറയുക, എന്തെങ്കിലും വന്ന് വീണ് മുളച്ച് അത് മരമായി, അതിൻ്റെ അവകാശം ആർക്കാണ്? ഇപ്പോൾ ഒരു ചന്ദനം തട്ടു, ചന്ദനാണ് ഒരാൾ നട്ടത്, നമ്മുടെ പറമ്പിലാണത്, നമ്മുടെ പറമ്പാണെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നതുപോലെ ആരാണോ ഭർത്താവ്, ഭാര്യ ആരുടേതാണ്, ആരാണ് അതിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഉടമസ്ഥൻ, ആ ഉടമസ്ഥൻ്റെതാണ് ഈ പറഞ്ഞ സന്തതി. അങ്ങനെയാണ് ഈ പാണ്ഡവന്മാരൊക്കെ, ഈ പാണ്ഡുവിന് ഓണർഷിപ്പ് കിട്ടുന്നത് അങ്ങനെയാണ്. പാണ്ഡുവിൻ്റെ അല്ലല്ലോ കുട്ടികൾ വാസ്തവത്തിൽ. അങ്ങനെയാണ് ഈ മഹാഭാരത കാലത്തിൽ ഈ പലർക്കും പലരുടേതല്ല നേരിട്ട് മക്കളെങ്കിലും ഈ പറഞ്ഞ ഭർത്താവിൻ്റെ സ്ഥാനം അലങ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് ആ കുട്ടി എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ, ആധുനിക ലോകത്തിൽ ഇതിന് ഭയങ്കര കോൺട്രവേഴ്സിയൊക്കെ ഉള്ള ഒരു വിഷയമാണല്ലോ. എന്തായാലും അങ്ങനെ ഇതിനൊരു തീർപ്പുണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ അവസാനം ബൃഹസ്പതി ശാന്തനായി അതിനെ അങ്ങോട്ട് എന്താ പറയുക അംഗീകരിക്കും. ആ ആളാണ് നമ്മുടെ ഈ ബൃഹസ്പതി എന്ന് പറയുന്നത്. ബൃഹസ്പതിയെക്കുറിച്ച് പറഞ്ഞപ്പം ഈ ഒരു ബൃഹസ്പതിയുടെ ഒരു കഥ, മഹാഭാരതത്തിലെ കഥ ഓർമ്മ വരികയായിരുന്നു. ആ ബൃഹസ്പതിയും നമുക്ക് എന്തുണ്ടാകട്ടെ, ശാന്തിയെ തരട്ടെ. ഇത് വൈദിക പ്രാർത്ഥനയാണത് ശരിക്കും പറഞ്ഞാൽ. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷവിർയജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗം വ്യസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.
നമ്മുടെ ഭജഗോവിന്ദം ഇവിടെ ആദ്യത്തെ ശ്ലോകം നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതിടുഗൃഞ്ഞ് കരണേ. ഗോവിന്ദം ഭജനം നമ്മൾ കണ്ടു. 9 പ്രകാരത്തിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, 9 ഭക്തിയുടെ തലങ്ങൾ. ഇനി നമ്മൾ പരിചയപ്പെടേണ്ടത് ആരാണ് ഗോവിന്ദൻ. ഈ ഗോവിന്ദ ഭജനത്തിന് ഇവിടെ ആദ്യം തന്നെ ശങ്കര ഭഗവത്പാദർ നമ്മളോട് പറയുന്നത്, ഗോവിന്ദ ഭജനത്തിന് പ്രഥമമായി ഒന്നാമതായി വേണ്ടത് എന്താണ്? ആരാണ് ഗോവിന്ദൻ എന്ന് അതിനെ ശാസ്ത്രീയമായി ബുദ്ധിക്ക് ഉറപ്പുണ്ടായിരിക്കണം. ആരാണ് ഗോവിന്ദൻ, എന്താണ് ഭജനം, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഒരു ഉറപ്പ് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് ഭജ് സേവായാം. അപ്പോൾ ഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ചിഞ്ചറ എടുത്ത് മുട്ടല്, മണിയടിക്കല്, പാട്ട് പാടലല്ല. അത് ഭജനത്തിൻ്റെ ഒരു തലം മാത്രമേ ആകുന്നുള്ളൂ. സേവയാണ് പ്രധാനമായിട്ടുള്ള ഭജനം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കർമ്മങ്ങളും ഭജനമാണ്. എല്ലാ കർമ്മങ്ങളും ഭജനമാണ്. അതിനാണ് ഇന്നലെ രമണ മഹർഷിയുടെ കാര്യം പറഞ്ഞത്. ജഗത ഈശതി യുക്ത സേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. അഷ്ടമൂർത്തിധരനായിട്ടുള്ള പൂജയാണ് ഈ കർമ്മങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഗോവിന്ദൻ ആരാണ് എന്ന് പരിചയപ്പെടുക. ഗോവിന്ദനെ പല വിധത്തിലാണ് നമുക്ക് ഗോവിന്ദ ശബ്ദത്തെ, ശങ്കര ഭഗവത്പാദർ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ ഗോവിന്ദ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഭഗവത്പാദർ തന്നെ ഒന്ന്, ഗാം വിന്ദതി ഇതി ഗോവിന്ദ. ഗാം വിന്ദതി, ഭൂമിയെ കണ്ടവൻ, ഭൂമിയെ അറിയുന്നവൻ, ഭൂമിക്ക് അധിഷ്ഠാനമായി വർത്തിക്കുന്നവൻ, ഇവനാണ് ഗോവിന്ദൻ എന്ന് പറയാം. അപ്പോൾ ഭൂമിയെ അറിയുന്നവനാണ്, ഭൂമിയെ കണ്ടവനാണ്, ഭൂമിയെ അറിയുന്നവനാണ്, മണ്ണിൻ്റെ ഗന്ധമുള്ളവനാണ് ഗോവിന്ദൻ എന്ന് പറയാം. കർഷകനാണ് ഗോവിന്ദൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കാണ് ആ മണ്ണിനോട് വല്ലാത്തൊരു ഇതാണ്. നമ്മളൊക്കെ മണ്ണ് കഴിയുന്നതും മണ്ണ് തട്ടാതെ നോക്കാൻ ശ്രമിക്കും. അവരെ സംബന്ധിച്ച് മണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മണ്ണിനെ സ്നേഹിക്കുന്നവൻ, മണ്ണിനെ നന്നായി അറിഞ്ഞവൻ എന്ന് പറയാം. അപ്പോൾ ഏതൊരു അധിഷ്ഠാനത്തിലാണോ ഇതൊക്കെ നിലകൊള്ളുന്നത്, അവനി, ആ അവനിയെ നന്നായി അറിയുന്നവൻ, അതിനാധാരമായിട്ടുള്ളവൻ എന്നാണ് ഒന്നാമത്തെ ഗോവിന്ദ ശബ്ദം. പിന്നെയോ ഗവാം ഇന്ദ്രഹ ഇതി ഗോവിന്ദ. ഗവാം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ നേതാവാണ്. പശുക്കൾക്ക് മുഴുവൻ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവനാണ് ഗോവിന്ദൻ. അങ്ങനെ മറ്റൊരു ഗോവിന്ദൻ. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ പശുവിനെ നമ്മൾ ഇത്രയേറെ ആരാധിക്കുന്നത്. പശു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. വേറൊരു ഇപ്പോൾ ആധുനിക കാലത്തൊരു പശു രാഷ്ട്രീയമുണ്ട്. അതല്ല പറയുന്നത്. അപ്പോൾ പശു ത്യാഗത്തിൻ്റെ, തപസ്സിൻ്റെ, ഈ പറഞ്ഞ ഒരുപാട് ഈ മാതൃകയായിട്ടുള്ള ജീവിതചര്യ സ്വീകരിച്ചിട്ടുള്ള ഒരു ജീവിയാണ് പശു. അതുകൊണ്ട് എക്കാലത്തും പശുവിന് ഒരു പ്രഥമ സ്ഥാനം നമ്മുടെ സംസ്കാരത്തിൽ നൽകി പോരുന്നുണ്ട്. അപ്പോൾ പശുവിൻ്റെ ഗവാം ഇന്ദ്രഹ ഇതി ഗോവിന്ദ എന്ന് പറയും. പശുക്കളുടെ നേതാവ് എന്ന നിലയിൽ ഗോവിന്ദൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഗോപാലൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഗൗർവാണി താം വിന്ദയതേ ഇതി ഗോവിന്ദ. ഗൗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശബ്ദത്തിന് വാക്ക്. ഗൗർ അതിനെ പ്രദാനം ചെയ്യുന്നവൻ. ആരാണ് വാക്കുച്ചരിക്കാൻ
എവിടെ നിന്നാണ് വാക്ക് വരുന്നത്? ധ്രുവന്റെ സ്തുതിയില്ലേ, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രസിദ്ധമായ ധ്രുവന്റെ സ്തുതി. ധ്രുവൻ ചോദിക്കുന്നതാണ്, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. വാക്കുകൾ ഉണ്ടാകുന്നത് എവിടെ നിന്ന്? കൈകൾ, കാലുകൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രാണൻ പ്രവർത്തിക്കുന്നത് ആ ഗോവിന്ദന്, ആ ഭഗവാനിൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പം അത് ഗോവിന്ദനാണ്. ആരാണ്? ഗൗർവാണി താം വിന്ദതേ ഇതി ഗോവിന്ദ. പിന്നെ പറയുന്നത് അവസാനത്തത്, ഗോഭിർവാണിഭിർ വിന്ദതേ വേത്തി വേദാന്തവാക്യൈഹി ഇതി ഗോവിന്ദ. ഉപനിഷത്തുക്കളിലൂടെ, ഉപനിഷത്ത് മഹാവാക്യങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൻ ആരോ, അവനാണ് ഗോവിന്ദൻ. ഉപനിഷത്ത് മഹാവാക്യങ്ങൾ ഏതൊക്കെയാണ്? പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനമാണ്, പ്രകർഷേണയുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം. മറ്റൊന്നെന്താണ്? അയമാത്മാ ബ്രഹ്മ, ഇത് തന്നെയാണ് ആ ആത്മാവ്. പിന്നെ ഒന്നോ അഹം ബ്രഹ്മാസ്മി, ഞാൻ അതാകുന്നു. പിന്നെ ഒന്ന് തത്വമസി, അത് നീയാകുന്നു. രണ്ട് നിർദ്ദേശവാക്യങ്ങൾ, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഉപദേശവാക്യമായിട്ട് തത്വമസി, അനുസന്ധാനം ചെയ്ത് ഉറപ്പുവരുത്തേണ്ടുന്ന വാക്യമായിട്ട് അഹം ബ്രഹ്മാസ്മി, ഞാൻ അതാകുന്നു. ഈ 4 മഹാവാക്യങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ അറിയേണ്ടവനാരാണോ അവനാണ് ഗോവിന്ദൻ. ഇത്രയാണ് നമ്മുടെ ആ ഒന്നാമത്തെ പദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹേ മൂഢ, നീ ഇങ്ങനെ കുഴിയിലേക്ക് കാലൊക്കെ നീട്ടിയിരിക്കുമ്പം ഇങ്ങനെ വെറുതെ വൃഥാവിലായിട്ട് വേറെ ഒരു ഏടാകൂടങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതിന് പകരം ശാസ്ത്രീയമായി ഗോവിന്ദൻ ആരെന്നറിയുക, എന്നിട്ടോ അതിനനുസൃതമായ ഒരു ഭജനം. ആ ഭജനത്തിൽ കേവലം ഒരു ഇടത്ത് ഇരുന്ന് ചെയ്യുക, അമ്പല പരിസരം, ആശ്രമ പരിസരം എന്നതിലുപരി എവിടെയാണ് എനിക്ക് ഈശ്വര ഭജനം സാധ്യമല്ലാത്തത്, സർവത്ര എല്ലായിടത്തും, അതിന് പ്രത്യേകിച്ച് നേരവും കാലവും ഒന്നുമില്ലാതെ എൻ്റെ എല്ലാ കർമ്മങ്ങളെയും ഈശ്വര പൂജയാക്കുന്ന ഒരു പ്രക്രിയ. അങ്ങനെയാണെങ്കിൽ എന്ത് മനോഹരമാണ്. അയ്യോ ഒന്ന് വിളക്ക് എത്തിച്ചില്ലല്ലോ, അയ്യോ ഒന്ന് നാമം ചൊല്ലിയില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പണ്ട് ഈ ഗുരുകുലത്തിൽ പഠിക്കുന്ന, ആശ്രമത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിറകൊടിക്കാൻ പോയി കാട്ടിൽ. വിറകൊടിക്കാൻ പോയപ്പോൾ മഴയൊക്കെ വന്നിട്ട്, പണ്ട് കൃഷ്ണനും കുചേലനും പോയതുപോലെ മൂപ്പര് മഴയത്ത് തിരിച്ചുകൊണ്ട് വരാൻ നേരം പറ്റാതെ മരത്തിൻ്റെ ചോട്ടിൽ ഒരു വലിയ കുറച്ച് ഇതുള്ള അതിൻ്റെ ചോട്ടിൽ മൂപ്പര് പോയി ഇരുന്നു കുറേ നേരം, മഴ തോരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഈ സന്ധ്യാവന്തനത്തിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ആശാന് തോന്നി, അയ്യോ ഞാനിത്, അപ്പോൾ പുസ്തകമൊന്നും കയ്യിലില്ല, ഭജനാവലിയൊന്നും കയ്യിലില്ലേ, അതൊന്നും നോക്കാതെ എനിക്കാണെങ്കിൽ ഒന്നിട്ട് അറിയില്ല. അപ്പോൾ അവന് ആളും എടുക്കാനാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അക്ഷരമാല മുഴുവനായിട്ട് അങ്ങോട്ട് ചൊല്ലി. അതറിയാം. അ ആ ഇ ഈ ഉ ഊ ക ഖ ഗ ഘ ങ ച ഛ ഝ ഝ ഞ പ ഫ ഭ ഭ മ. ഇതൊക്കെ യരലവശാഷാഹ ഒരു ഇത്രയായിട്ട് പറഞ്ഞു. ഭഗവാനെ വേണ്ടതൊക്കെ അങ്ങ് തന്നെ അവിടെ ഇവിടെയൊക്കെ ചേരുമ്പടി ചേർത്തോളണം, എനിക്ക് ഇത്രയേ അറിയൂ എന്ന് പറയാം. മതി. ഭഗവാൻ അന്നാണ് ഏറ്റവും നല്ല ഭജനം കേട്ടത് എന്ന് പറയും. കാരണം ഇതിലുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കീർത്തനമായില്ലേ, സ്തുതിയായി, നിന്ദയായി, എന്തുവായി. അപ്പം അതുകൊണ്ട് ഇന്ന് ജപിച്ചില്ലല്ലോ, ഇന്ന് വിളക്ക് കത്തിച്ചില്ലല്ലോ, അയ്യോ ഈശ്വര നാരായണ ഭഗവാനെ, എന്തും ഏതും. നമ്മുടെ ചിന്മയാ മിഷൻ്റെ പ്രതിജ്ഞ തന്നെ അങ്ങനെയാണ്.
സ്വാമിജി അതിമനോഹരമായിട്ടുള്ള പ്രതിജ്ഞയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. ഒരു കുടുംബമായിട്ട് സ്നേഹവും ആദരവും. സ്വാമിജി അത് സ്വാമിജിയുടെ ഭാഷയിൽ, സ്വാമിജിയുടെ ഭാഷ മലയാളമൊക്കെ തന്നെയാണ്, പക്ഷെ കൂടുതൽ ഇംഗ്ലീഷാണല്ലോ സംസാരിക്കുക. അതിമനോഹരമായിട്ടാണ് അത് തുടങ്ങുന്നത്. വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്. ഒരൊറ്റ വരി പോലെ എന്തൊരു മനോഹരമാണ്. ആരാണ്, ഏതാണ് നമ്മുടെ ഫാമിലി? എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള സഹ നൗ ഭുനക്ത്. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കുന്നു. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. ആ ഒരു വരി പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിലൂടെ, ഞങ്ങളുടെ കരചരണങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. അപ്പം ഈശ്വരാനുഗ്രഹം ഈശ്വരൻ വന്നിട്ടല്ല കൊടുക്കുന്നത്. ഈശ്വരൻ്റെ മെസ്സഞ്ചറായി ഞാൻ തീരട്ടെ. ഞാനാണ് അങ്ങയുടെ ഗുണങ്ങൾ എന്താണോ അത് എന്നിലൂടെ പ്രകടമാകട്ടെ. അതൊരു പ്രതിജ്ഞയാണ്. അപ്പം അതാണ് ഭജനം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രഞ്ഞു കാരണേ. അപ്പം അവിടെ സംപ്രാപ്തം, മൃത്യു വന്ന് മുഖാമുഖം നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് മൃത്യുവിനോട് നമ്മൾ ചോദിക്കുക, എന്താണ് സുഖല്ലേ, എത്ര കാലമായി എന്നറിയോ, ഞാൻ എന്ന് വരും, ഇന്ന് വരും, എന്ന് വരും, എന്തത്ര വൈകിയത് എന്ന് നമ്മൾ ചോദിക്കും. കുറേ ആയല്ലോ, അന്നൊന്ന് വെറുതെ ഒന്ന് വന്നു പോയതാണ്, ഞാൻ വിചാരിച്ചു അന്ന് തന്നെ നമുക്ക് പോവാന്ന്. ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സൗഹൃദത്തിൽ മൃത്യുവിനോട് ഈ കയറ് കെട്ടി വലിച്ചൊന്നും കൊണ്ടുപോവാതെ എന്നാൽ ശരി പോവല്ലേ എന്ന് പറഞ്ഞ് ലോക്യത്തിൽ നമുക്ക് എന്താണ് മൃത്യുവിൻ്റെ കൂടെ പോവാം. മൃത്യുവായിട്ട് വല്ലാത്തൊരു ചർച്ചയൊന്നും, യമേൻ എന്ന ചർച്ച വേണ്ട എന്ന് പറയും. അപ്പോൾ ആദ്യം ഭഗവത്പാദർ പറഞ്ഞ ഗോവിന്ദനെ ശാസ്ത്രീയമായി അറിയാം. രണ്ടാമത് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്യാഗത്തിൻ്റെ, ഈ നമ്മൾ ഇതിന് ടൈറ്റിലായിട്ട് കൊടുത്ത് തന്നെ ധനാകർഷണ യന്ത്രം, മന്ത്രം എന്നൊക്കെയാണ്. ഇതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്. എല്ലാവരും അതിൻ്റെ പിറകിലാണ് പോണത്. എന്താ? ധനാഗമ ഭൈരവ യന്ത്രം, ആ യന്ത്രം, ഈ മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ധനാകർഷണ യന്ത്രം. ഇതാണ് ഒരു ശരിയായ ധനാകർഷണ യന്ത്രം. വാസ്തവത്തിൽ എന്താണ് ധനം? യമധർമ്മൻ ധനം നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ധനം എന്നുള്ളത്. ആശാ പ്രതീക്ഷ സംഗതം സുനൃതാം ച ഇഷ്ടാപൂർത്തേ പുത്രപശൂം ച സർവാൻ ഏതദ് വൃങ്ക്തേ പുരുഷസ്യാൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. യമന്റെ കാര്യത്തിൽ ഭയപ്പെടുകയാണ്. ഒരുവൻ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ, അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ ഇരുന്നാൽ, ഒരു സത്യാന്വേഷിയൊക്കെ ആയിരുന്ന ആളോട് അങ്ങനെ നിന്ദ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്തൊക്കെ നഷ്ടപ്പെടും എന്ന് അദ്ദേഹം എണ്ണി എണ്ണി പറയാം. അതെല്ലാം ധനമാണ്.
ആഗ്രഹങ്ങൾ, നമുക്ക് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. സങ്കല്പം പോലും ഇല്ലേ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? പ്രതീക്ഷ. നമ്മൾ പറയില്ലേ പ്രതീക്ഷ കൈവെടിയരുതെന്ന്. പ്രതീക്ഷ ധനമാണ്. സംഗതം, കിട്ടിയിട്ടുള്ളത്. ഇഷ്ടം, പൂർത്തം, കർമ്മങ്ങളാണ്, ഇഷ്ടകർമ്മങ്ങൾ. അതുപോലെ തന്നെ എന്തെങ്കിലും സാമൂഹികമായ കാര്യം കർമ്മങ്ങളിൽ ചെയ്യുക. സൂനൃതം, നല്ല വാക്ക്, അതൊരു ധനമാണ്. അതുകൊണ്ടാണ് സന്ധ്യാവന്ദനത്തിൽ, സന്ധ്യ പ്രാർത്ഥനയിൽ അമ്മൂമ്മമാർ നമ്മളോട് എന്തു പറഞ്ഞത്? നല്ല വാക്കോതിടാൻ ത്രാണിയുണ്ടാകണമേ. നല്ല വാക്ക് പറയാൻ എനിക്ക് എന്തുണ്ടാവണം? ആരോഗ്യം ഉണ്ടാവണം എന്നാ. നല്ല വാക്ക് ധനമാണ്. നമ്മൾ ചെറുപ്പത്തിൽ കോപ്പി എഴുതിയിട്ടില്ലേ? വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അറിവ് തന്നെ ഏറ്റവും വലിയ ധനം. ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം. പുത്രൻ ധനമാണ്. പുത്രി ധനമാണ്. പശു, വീട്ടിലെ പശു ധനമാണ്. ഇതൊക്കെ ധനമാണ്. ഇതിനെയാണോ നമ്മൾ, ഇത് മാത്രമാണോ നമ്മളെ സംബന്ധിച്ച് ധനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? അല്ല എന്ന് പറയാം. എങ്ങനെയെങ്കിലും കുറേ അന്യൻ്റെ എന്തെങ്കിലും കയ്യിൽ വസൂലാക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക എങ്ങനെയാണ് കാശ് കിട്ടുക. അപ്പോൾ ഇവിടെ ശങ്കരാചാര്യർ പറയുന്നതാണ്. എന്താണ്? രണ്ടാമത്തെ ശ്ലോകം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിച കർമ്മോപാതം വിത്തം തേന വിനോദയ ചിത്തം. ഹേ മൂഢ, വീണ്ടും വിളിക്കുന്നു മൂഢ. ജഹീഹി ധനാഗമതൃഷ്ണാം. ധനാഗമതൃഷ്ണാം, കാശ് 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 എന്ന അതിനോടുള്ള ഒരു കൊടിയ തൃഷ്ണയുണ്ടല്ലോ. കാശ് വേണം, കാശ് ആവശ്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ധനം മഹാലക്ഷ്മിയാണ്. ധനം സമ്പാദിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതെങ്ങനെയായിരിക്കണം? ധർമാനുസൃതമായിരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ധർമ്മത്തിൽ യോജിപ്പിക്കണം എന്നാണ്. ഇഷ്ടം ധർമ്മേഷു യോജയേ എന്നാണ് മഹാഭാരതം പറയാം. അപ്പം അത് ധർമ്മത്തിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളുന്നില്ല. അത് അപ്പം ധർമ്മമൊക്കെ ആര് നോക്കുന്നതെന്നേ? അതങ്ങനെ അങ്ങനെയല്ല. ഹേ മൂഢ ജഹീഹി ധനാഗമതൃഷ്ണ. കാശുണ്ടാക്കണം എന്നുള്ള ആ ഒറ്റ ചിന്ത അത് നീ ഉപേക്ഷിക്കും. മനസ്സിൽ നിന്ന് വിതൃഷ്ണ. എങ്ങനെ കാശുണ്ടാക്കണം? ഓരോരോ യന്ത്രങ്ങൾ, ആ ഏലസ്, ഈ യന്ത്രം, അത് മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ എത്ര പരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ഇതിന് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ യന്ത്രം വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഇതിൻ്റെ ടൈറ്റിലും നമ്മൾ കൊടുത്തപ്പോൾ ചിലർ ഇത് കേൾക്കാൻ തന്നെ വന്നത് ഈ യന്ത്രം, ഇത് എന്തോ ഒരു യന്ത്രം സ്വാമി ഇനി പറയാൻ പോകുന്നുണ്ട്, ഇനി ആ യന്ത്രം ഒന്ന് പരിശീലിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കുറേ കാശ് ഇങ്ങനെ വരും. ഈ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധൻ്റെ വയറിങ്ങനെ ചാടിയിട്ടുള്ള ഒരു ബുദ്ധൻ, ആ ബുദ്ധൻ്റെ മുന്നിൽ കോയിൻ കൊണ്ടുവയ്ക്കുക. 1 രൂപ 2 രൂപ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇങ്ങനെ വെക്കും. ഇതിങ്ങനെ വെക്കുന്ന അടിച്ചു മാറ്റി പോകുന്നവരും ഉണ്ട്. അത് ബുദ്ധൻ എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഐശ്വര്യം കൂടുതൽ വരുന്ന. പിന്നെ ഈ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇടുക. കാശ് കിട്ടും എന്ന് കരുതിയിട്ട് ഒരുപാട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് പത്രത്തിലൊരു പരസ്യം, എങ്ങനെ എളുപ്പത്തിൽ ധനികനാക്കാം. 50 രൂപ മണി ഓർഡർ അയക്കുക, ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ എങ്ങനെയൊക്കെ മണി ട്രാൻസ്ഫർ ചെയ്യേണ്ട സോഴ്സ് ഉണ്ടോ അതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇന്ന വഴി. 50 രൂപ, വെറും 50 രൂപ എളുപ്പത്തിൽ. കണ്ട ഉടനെ തന്നെ കൊടുത്തു, അങ്ങോട്ട് അയച്ചു. അവസാനം 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മറുപടി കിട്ടി. ഇത് തന്നെയാണ് സുഹൃത്തെ എളുപ്പ വഴി എന്ന് പറയാം. നിങ്ങളെപ്പോലുള്ളവരാണ് എനിക്ക് ധനികനാവാൻ കിട്ടിയ നല്ലൊരു മാർഗം. ഇത് തന്നെ.
ഇങ്ങനെ കുറേ ആളുകൾ 50 രൂപ കൊടുക്കുകയും അയക്കും. കിട്ടുന്നവനോ നമ്മളൊന്നും നോക്കില്ല. എന്തൊക്കെ മാഞ്ചിയം, ആട്, കോഴി, അയ്യയ്യോ, എന്തൊക്കെ കേരളം, എന്തൊക്കെ തട്ടിപ്പിന് ഇപ്പോഴും നടക്കുന്നില്ലേ തട്ടിപ്പുകൾ, എന്തൊക്കെ തട്ടിപ്പുകൾ, പുതിയ പുതിയ പല 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 തട്ടിപ്പുകൾ. വീട്ടിൽ വരുന്ന തട്ടിപ്പ് നടത്തുന്നില്ല. ഇപ്പോഴത്തെ പുതിയ തട്ടിപ്പ് മുഴുവൻ ഓൺലൈനിലാണ്. ഇമെയിൽ വരിക. എങ്ങനത്തെയൊക്കെ ഇമെയിലുകൾ വരും എന്നറിയോ? ഞാനിങ്ങനെ ഇന്നടത്താണ്, എന്താ പറയുക, നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, അപ്പോൾ ഒരുപാട് ധനപ്പുണ്ട്, അപ്പോൾ ഇത് ആവശ്യമില്ല, അപ്പോൾ നിങ്ങൾ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ റിട്ടയർ ജീവിതത്തിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നും, ഓഹോ തരക്കേടില്ലല്ലോ, നമ്മൾ പിന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി, പെട്ടുപോകും. നമുക്ക് ഫുൾ കോമഡി ഉണ്ട്. പണ്ട് നമുക്ക് ചിന്മയ മിഷനിലുള്ളപ്പോൾ ഒരു സ്വാമിയെ ഇതേപോലെ പറ്റിക്കാനൊരു വിദ്വാൻ വന്നിട്ടുണ്ടേ. മൂപ്പര് ഒരു ഇലക്ട്രീഷ്യനാണ്. ചിലപ്പോൾ നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഓർമ്മയാവും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഇതൊക്കെ അറിയുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു. അവർ മരിച്ചുപോയി അടുത്ത്. പക്ഷേ ഈ തട്ടിപ്പിന് ഇരയാവാൻ പോയ ഒരു സ്വാമിയുണ്ട്. നമ്മളാണ് മൂപ്പരെ എന്താ പറയുക, ഈ ആളെ ഒന്ന് ശരിയാക്കിയെടുത്തത്, ഈ തട്ടിപ്പ് നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പം ഈ ഹാമറും പ്ലയറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ആയിട്ട് ഒരു പണിയെടുക്കുന്ന ഇലക്ട്രീഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സഞ്ചിയൊക്കെ ആയിട്ട് വന്നിട്ട് സ്വാമിജിയെ കണ്ടിട്ട് സ്വാമിജിയോട് പറഞ്ഞു, കോഴിക്കോടുള്ള സ്വാമിജിയാണ്, ചിന്മയൻ സ്വാമികളോടല്ല, സ്വാമിജിയുടെ അടുത്ത് പിന്നെ അങ്ങനത്തെ കേസ് കെട്ടുകളൊന്നും വരില്ല. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആരോ ഒരാൾ ഇതേപോലെ ഇയാളുടെ പേരിൽ ബാങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഇട്ടു. എന്നിട്ട് ഇയാളുടെ ഒരു 8,000 ചില്ലാനും രൂപയാണുള്ളത്. അതിൻ്റെ മുകളിലാണ് ഇയാൾ കൊണ്ടുപോയി ഇതിട്ടത് 50 ലക്ഷം. എന്നിട്ടിപ്പോൾ മറ്റേ ആളിപ്പോൾ എവിടെയാണെന്നോ അയാൾ എന്തോ ഇതായിപ്പോയി. അയാൾ ഇതേപോലെ കണക്കില്ലാത്ത എന്തൊക്കെയോ കാശും കള്ളപ്പണവും അതും ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അയാളത് എന്നോട് എടുത്തോളാനോ അങ്ങനെ അയാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇത് ശരിയാവില്ല. ഞാൻ ആലോചിച്ചപ്പോൾ നിങ്ങളെ പോലുള്ള ആർക്കെങ്കിലും ഇത് തരാം, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, നിങ്ങളത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു തട്ടിപ്പ് ഇങ്ങനെ വന്നിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? സെഞ്ചൂറിയൻ ബാങ്കിലാണ് ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞു. അന്ന് സെഞ്ചൂറിയൻ ബാങ്ക് ഉണ്ട്, അതിനെന്താ ബുദ്ധിമുട്ട്? അപ്പോൾ സെഞ്ചൂറിയൻ ബാങ്കിന് നമുക്ക് പരിചയമുള്ള ആളുണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മുടെ സെഞ്ചൂറിയൻ ബാങ്കിൻ്റെ മാനേജറെ അറിയാം, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന. അല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബാഗിൽ കൊണ്ടുപോയിട്ട് ബാഗിലാക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കുറേ ഉടായ്പകൾ പറയാം. പല പല ദിവസങ്ങൾ ഇങ്ങനെ ഒരു തറവാടിയായിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ആയിട്ട് നമുക്ക് ബാങ്കിൽ പോയിട്ട് ആ കാശ് എടുക്കാം, ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറയാം. ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിന് നമുക്ക് മിഷന് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവിടുത്തെ സ്വാമി വിചാരിച്ചു ഇത് ഉള്ളതായിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇത് ഉള്ളതല്ല, ഇത് തട്ടിപ്പ് തന്നെയാണ്. അവസാനം ഇയാളെ നമ്മൾ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പേടിപ്പിച്ചപ്പം ഇയാൾ എല്ലാ സത്യവും പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നത് ഇയാളുടെ 8,000 രൂപ അങ്ങോട്ട് കിട്ടിയാൽ ഇയാൾക്ക് ബാക്കി മൊത്തത്തിൽ നിങ്ങൾക്ക് എടുത്തോളൂ എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ആ 8,000 തന്നാൽ മതി. എങ്ങനെയുണ്ട്? അപ്പം തന്നെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും ഇയാൾക്ക് ഈ 8,000 കിട്ടാനുള്ള പണിയാണെന്ന്. അപ്പം ഇങ്ങനെ വലിയ സംഗതികളൊക്കെ നമ്മളോട് പറയും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ട്രാപ്പിൽ വീഴുവോ എന്നുള്ള ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെയാണ് നമ്മളോട് പറയാം. എന്നിട്ട് അവരുടെ ഉദ്ദേശം ഒരു 500 രൂപ 1000 രൂപയൊക്കെ ആയിരിക്കും. അതിനാണ് 1 ലക്ഷമോ 2 ലക്ഷമോ ചിലപ്പോൾ കോടി കാര്യങ്ങളൊക്കെ പറയും.
എത്ര നമ്മളെടുത്ത് ഈ ട്രസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഫോറിൻ ഫണ്ട് ഇതാക്കി തരാം, 5 കോടി തരാം, 10 കോടി തരാം, മറ്റേത് തരാം, ഇതിൽ ഒരു 5% കമ്മീഷൻ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമാണ് എത്രയോ വർഷങ്ങളായിട്ട്. എന്ന് ചിന്മയ മിഷൻ വിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു സ്കൂൾ ഓഫ് ഭഗവത്ഗീത തുടങ്ങിയോ അന്ന് മുതൽ ഈ വരുന്നുണ്ട്. നല്ല കാലത്തിന് എന്താണെന്ന് പറഞ്ഞാൽ ചിന്മയ മിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമാൻ സ്വാമിജി ഞങ്ങൾക്കൊരു ആചാര്യ കോൺഫറൻസിൽ സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള മെയിലുകൾ കാര്യങ്ങളൊക്കെ വരും, ഒരു കാരണവശാലും നിങ്ങളിത് എൻ്റർടൈൻ ചെയ്യരുത്, അതെല്ലാം ഫേക്കാണ്, തട്ടിപ്പാണ്, ഉടായിപ്പാണ്. എന്നാലും ചിലപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും, ഇത് ശരിയാണോ എന്നൊക്കെ. കാരണം ആ രീതിയിലാണ് അവരിങ്ങനെ ഇതിനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശങ്കരാചാര്യർ നമ്മളോട് പറയുക എന്താണ്? ഹേ മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ കുരു, മനസ്സിൽ സദ്ബുദ്ധിം കുരു, മനസ്സ് വിതൃഷ്ണാം സദ്ബുദ്ധിം, മനസ്സിനെ തൃഷ്ണാരഹിതമാക്കൂ, ആഗ്രഹം വെടിഞ്ഞിട്ട്. പകരം എന്താണ്? യൽ ലഭസേ നിജ കർമ്മോപാത്തം യത് വിത്തം ലഭസേ, നിന്റെ കർമ്മത്തിനനുസൃതമായിട്ട് എന്താണോ നിനക്ക് കിട്ടുന്നത്, തേന ചിത്തം വിനോദയ, അതുകൊണ്ട് നീ സന്തോഷിക്കൂ. അതൊരു ഭയങ്കര സമാധാനമുള്ള പരിപാടിയാ. നിജ കർമ്മോപാത്തം, നീ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടുമോ അതുകൊണ്ട് സന്തോഷിക്കുക. ധനം വേണം, ഇപ്പോൾ നമുക്ക് വേണ്ടേ ധനം, സ്വാമിമാർക്ക് വേണ്ടേ കാശ് വേണമല്ലോ. ഇലക്ട്രിക് ബില്ല് അടയ്ക്കാനുണ്ട്, ടെലിഫോൺ ബില്ല് അടയ്ക്കാനുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കണം, യാത്ര ചെയ്യണമെങ്കിൽ എല്ലാം വേണം. എന്താ നമ്മൾ ചെയ്യുന്നത്? അതേപോലെ നിങ്ങൾക്ക് ഈ ധർമ്മശാസ്ത്രം പറഞ്ഞു തരിക, നമുക്ക് വിധിച്ചിട്ടുണ്ട് അങ്ങനെ. എന്താണ്? ആചാര്യായ ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി, ധനം ആഹരിക്കണം എന്ന് തന്നെയാണ്. എങ്ങനെ ആഹരിക്കുക? നിങ്ങളടുത്തുനിന്ന്, ഈ കേൾക്കുന്ന നിങ്ങളൊക്കെ നമ്മളെ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് എന്ത് സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യണം. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ നോക്കൂ, ഈ ആധ്യാത്മികതയൊക്കെ കാശ്, ഇത് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു ഒരു മേഖലയാണ്. ആളുകളെ പറ്റിച്ച് കാശ് വിടുങ്ങുക എന്നുള്ളത് പലതും നിങ്ങളോട് പറയാം. നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ എന്താ പറയുക, ഈ കവർ പേജ് തന്നെ ഇങ്ങനെ കൊടുക്കാൻ തന്നെ കാരണം ഇതിൽ താല്പര്യമുള്ള നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. ധനഭൈരവ യന്ത്രം, ധന ആകർഷണ യന്ത്രം, എത്ര കോമഡി ഉണ്ട് അതിനെക്കുറിച്ച്. തിരുവനന്തപുരത്തുള്ള ഒരാൾ, ഈ യന്ത്രം കിട്ടുന്ന ആൾക്ക് ഉള്ള ടെലിഫോണിൽ വന്നിട്ടുള്ളത്, വാട്സാപ്പിൽ അത് വൈറലായിട്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ആൾ വിളിക്കുന്നതാണ്, അല്ല എനിക്കിങ്ങനെ, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എനിക്കിങ്ങനെ ഈ യന്ത്രം എന്ത് വില വരും ഈ യന്ത്രത്തിന്? അപ്പോൾ ഇതിനൊരു 5000 6000 അങ്ങനെ എത്രയോ പറയുന്നുണ്ട്. അത്ര എൻ്റെ കയ്യിലില്ല. അപ്പം എന്നാൽ ഒരു 3000-ൻ്റെ ഒരു യന്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, അപ്പോൾ അത് സാറേ അതിൻ്റെ ഫലം കുറയൂലേ? കുറയൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കുറയൊന്നുമില്ല അങ്ങനെ. കാരണം ഇവനെ പറ്റിക്കുകയാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഇവൻ ഭയങ്കര മിടുക്കൻ. ഞാൻ പറയാം, ഇവൻ അവസാനം ചോദിക്കുക, അതല്ല സാറേ, ഇതിപ്പോൾ ഈ 3000-നൊക്കെ തന്നാൽ എനിക്കിത് കാശ് ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്, സാറ് തന്നെ ഇത് അങ്ങോട്ട് വെച്ചാൽ പോരെ, സാറ് എന്തിനാണ് ഇത് വിൽക്കാൻ നടക്കുന്നത്, എന്തിനാണ് സാറേ ഇങ്ങനെ പറ്റിക്കുന്നത് ജനങ്ങളെ എന്ന് പറയുമ്പോൾ തന്നെ ഫോണ് കട്ടാവുക. അപ്പം അങ്ങനെ 4 പേര് നമ്മളത് സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഫേസ്ബുക്കിൽ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ ആണെങ്കിലും മനുഷ്യൻ നമ്മളിങ്ങനെ രാവിലെ ഇറങ്ങുകയാണ്, എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞിട്ട്, എന്നെ വഞ്ചിക്കൂ എന്ന് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ പോക്കറ്റിൽ നിന്ന് ഉള്ള എൻ്റെ കാശ് അടിച്ചു മാറ്റൂ എന്ന മട്ടിലാണ് നമ്മൾ ഓരോന്നിനും നിന്നു കൊടുക്കുന്നത്. വീട്ടിലേക്ക് വരിക, മാല പോളിഷ് ചെയ്യാനുണ്ട് എന്ന് പറയുക, നല്ല സ്വർണ്ണമാല വീണ്ടും പോളിഷ് ചെയ്യാൻ കൊടുക്കുക. വല്ല കാര്യമുണ്ടോ? പിന്നെ അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു മുക്കുവണ്ടം കൊടുത്തു, മറ്റേത് അടിച്ചു പോയി. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ്, എല്ലാം കള്ളന്മാരാണ്, ഇവിടെ പോലീസ് ശരിയല്ല, അവർ ശരിയല്ല, നമ്മൾ ശരിയാണോ? ശങ്കരാചാര്യർ അതാ ചോദിക്കുന്നത്. ജഹീഹി, ഹേ മൂഢ, ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഈ കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയെ ഉപേക്ഷിക്കും. മറിച്ച് കിട്ടുന്നത് എന്താണോ, അത് 5 രൂപയായാലും 10 രൂപയായാലും
എത്രയായാലും നിജകർമ്മോപാത്തം, നമ്മുടെ കർമ്മത്തിനനുസരിച്ച് കിട്ടുന്നതിൽ വളരെ സന്തോഷമായിട്ട് കഴിയാം. അടുത്ത എന്താ പറയുക ശ്ലോകം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചാട്ടവാറടിയാണ് ഭഗവത്പാദർ നമ്മൾക്ക് നേരെ അടിക്കുന്നത്. നമുക്കത് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.